വറുത്ത അരിപ്പൊടി വെച്ച് നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള അപ്പം നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ റവ, ആവശ്യത്തിനുള്ള ഉപ്പ്, എന്നിട്ട് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ മിക്സാക്കിയ ബാറ്റർ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അതിന് മുമ്പായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പതുക്കെ ബബിൾസ് ഒന്നും മാറാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു തവി കോരി നമുക്ക് ഈ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 30 സെക്കൻഡ് അടച്ച് വെക്കാതെ ഹോൾസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നല്ല സോഫ്റ്റും പഞ്ഞിക്കെട്ട് പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ അപ്പവും ഞാൻ ഇതുപോലെ തയ്യാറാക്കിയെടുത്തു. അപ്പോൾ വളരെ സോഫ്റ്റാണ്, പിന്നെ ഉള്ള് നല്ല ആരോട് കൂടിയുള്ള അപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.